ഇനി പ്രേക്ഷകർക്ക് ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെയായിരുന്നു 5ാമത്തെ T20 മത്സരം. ഇന്ത്യ 46 റണ്ണിൻ്റെ ഒരു മികച്ച ജയമാണ് എടുത്തിരിക്കുന്നത്. സഞ്ജു സാംസൺ ട്രിവാൻഡ്രം മൊത്തം സഞ്ജുവിന് വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരൊക്കെ വന്നിരുന്നു. എന്നാൽ പോലും തന്നെ സഞ്ജു താങ്ങിയില്ല. സഞ്ജുവിൻ്റെ ആ ഷോട്ട് ഡെവൻ ജേക്കബിൻ്റെ കൈകളിലേക്ക് എത്തുകയായിരുന്നു. അതുവരെ സഞ്ജു എന്ന് വിളിച്ചുകൊണ്ടിരുന്നവർ എല്ലാവരും പോയി. ഇപ്പം എന്തൊക്കെയായിരുന്നു, സഞ്ജു കളിച്ചില്ല. സഞ്ജുവിന് ഡിസപ്പോയിൻമെൻറ്റ് കാണാമെന്നു. ഡിസപ്പോയിൻമെൻറ്റിൻ്റെ പീക്ക് നിൽക്കുകയാണ്. സഞ്ജു പവനിലേക്ക് തിരിച്ച് കയറുമ്പോൾ ടോസ് കിട്ടി സൂര്യകുമാർ യാദവ് ബാറ്റിംഗ് എടുത്തു. 3 ചേഞ്ചുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. 2 ചേഞ്ച് പറഞ്ഞു ഇഷാൻ കിഷൻ, അക്ഷർ പട്ടേൽ. പിന്നെ 3ാമത്തെ മറന്നുപോയി എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് ട്രിവാൻഡ്രം സഞ്ജു ഈസ് ഹിയർ. സഞ്ജു ഉണ്ടെന്ന് അദ്ദേഹത്തെ അറിയിച്ചിരിക്കുകയായിരുന്നു സൂര്യകുമാർ യാദവ്. എന്നാൽ ആ ഒരു പെർഫോമൻസ് സഞ്ജുവിന് ഗ്രൗണ്ടിൽ കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് സത്യം. ഈസി പിച്ചായിരുന്നു, ബാറ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു പിച്ചായിരുന്നു. അഭിഷേക് ശർമ്മ ഒരു വശത്ത് ഇരുന്ന 6 അടിക്കുന്നുണ്ടായിരുന്നു. ലോക്കി ഫെർഗൂസന്റെ ഫുൾ ലെന്ത് ബോൾ 145 കിലോമീറ്റർ വേഗതയിൽ വന്ന ആ ഒരു പന്ത് 6 അടിക്കാൻ വേണ്ടി അധികം വീശിയതായിരുന്നു. എന്നാൽ എഡ്ജി തട്ടി ബൗണ്ടറിയിൽ നിൽക്കുന്ന ഡെവൻ ജേക്കബിന്റെ കൈകളിലേക്കാണ് ആ പന്ത് പോയിരിക്കുന്നത്. നമ്മൾ കളിയിലേക്ക് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ആ 5ാമത്തെ T20 മത്സരത്തിൽ ടോസ് ലഭിച്ച സൂര്യകുമാർ യാദവ് ബാറ്റിംഗ് എടുക്കുകയായിരുന്നു. 3 ചേഞ്ചുകൾ ഉണ്ടായിരുന്നു. അക്ഷർ പട്ടേൽ കൂടെ ഇഷാൻ കിഷാനും വരുൺ ചക്രവർത്തി വന്നിരുന്നു. ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ തന്നെ ആദ്യത്തെ സഞ്ജു 2 ഓവർ നല്ല റണ്ണൊക്കെ പോയിരുന്നു. 29 റണ്ണ് പോയായിരുന്നു. പിന്നെ സഞ്ജു സാംസൺ ഔട്ടായി കാണുന്നു. 2.5 ഓവേഴ്സിന് ഔട്ടായി. പിന്നെ വന്ന ഇഷാൻ കിഷാൻ അടിച്ചടിച്ചു 103 റൺസാണ് എടുത്തത് 43 ബോളിൽ നിന്നും. ഒരിടയ്ക്ക് 89 ഗൻ ഫിലിപ്സ് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാച്ച് വിട്ട് കളഞ്ഞിരുന്നു. എന്നാൽ പിന്നെ വന്ന ലോക്കി ഫെർഗൂസൺ തന്നെ വരും 5ാമത്തെ ഓവറിലെ ലാസ്റ്റ് പന്തിൽ 145 കിലോമീറ്റർ വേഗതയിൽ പന്തെറിഞ്ഞ് അഭിഷേകിൻ്റെ കുറ്റിയെടുക്കുകയായിരുന്നു. പിന്നെ സൂര്യകുമാർ യാദവ് ഇഷാൻ കിഷാനുകൾ കൂടി നടത്തിയ 163 റണ്ണിൻ്റെ പാർട്ണർഷിപ്പാണ് കളി ഇന്ത്യയിലേക്ക് എത്തിച്ചത്. പിന്നെ വന്ന ഹാർദിക് പാണ്ഡ്യ 17 ബോളിൽ 42 അടിച്ചിരുന്നു. പിന്നെ റിങ്കു സിംഗും 8 റണ്ണും ശിവൻ ദുബെ 7 റണ്ണും എടുത്ത് ഇന്ത്യ ഒരു 271 ഇന്ത്യയുടെ 3rd ഹയസ്റ്റ് സ്കോർ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ബോളിങ്ങിന് എല്ലാവരും നല്ല റണ്ണ് വിട്ടു കൊടുത്തു. ഇനി അവരുടെ ബാറ്റിങ്ങിലേക്ക് വരുവാണെങ്കിൽ തന്നെ ഫിന്നാണ്. അദ്ദേഹം നല്ല അടിയായിരുന്നു തുടക്കത്തിൽ തന്നെ. അദ്ദേഹം 80 എടുത്ത് 38 ബോളിൽ. പിന്നെ ഡാർവിൻ മിച്ചൽ 12 ബോളിൽ 26. ഹർഷദേവിൻ്റെ ഒരു കമ്പാക്കാണ് നമ്മൾ കണ്ടത്. 2 ഓവറിൽ 40 റണ്ണ് വിട്ടു കൊടുത്തു അദ്ദേഹം. പിന്നത്തെ 2 ഓവറിൽ 4 വിക്കറ്റും പിന്നെ 11 റണ്ണുമാണ് വിട്ടു കൊടുത്തിരിക്കുന്നത്. ഏറ്റവും മോശമായിട്ട് എറിഞ്ഞാൽ ജസ്പ്രീത് ബുംറയാണ്. അദ്ദേഹം 4 ഓവറിൽ 58 റണ്ണാണ് വിട്ടു കൊടുത്തത്. അപ്പോൾ കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അക്ഷർ പട്ടേലും തിരിച്ചു വന്ന കളി അദ്ദേഹം 4 ഓവറിൽ 33 റണ്ണും 3 വിക്കറ്റുമാണ് ലഭിച്ചിരുന്നത്. അപ്പോൾ കളിയിലേക്ക് നോക്കുവാണെങ്കിൽ ഇന്ത്യ 2 ബോൾ ബാക്കിയിരിക്കെ 46 റണ്ണിൻ്റെ ഒരു ലക്ഷ്യമാണ് 4-1 പരമ്പര നേടിയിരുന്നു. എന്നാൽ പോലും തന്നെ സഞ്ജു സാംസൻ്റെ ഒരു കളി നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇവിടെ സഞ്ജു തിളങ്ങുമോ ഇല്ലയെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം. T20 വേൾഡ് കപ്പൊക്കെ വരാൻ പോവുകയാണ്. അതുമായിട്ട് കൂടുതൽ അറിയിപ്പ് അറിയാൻ നിങ്ങളുടെ കിർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അന്ന് അടുത്ത വീഡിയോ പിന്നെ കാണാം.